ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് സെക്ടർ വളരെ ശക്തമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, റോബോട്ടിക്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇതെല്ലാം ജർമ്മനിയുടെ സ്ട്രെങ്ത് ആണ്. പക്ഷേ ഇവിടെ ഒരു വലിയ മിസ്കൺസെപ്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജർമ്മനിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി നിർബന്ധമാണെന്ന് പലരും കരുതുന്നു. ആക്ച്വലി അത് മുഴുവൻ സത്യമല്ല. യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇല്ലാതെയും പ്രാക്ടിക്കൽ ടെക്നിക്കൽ ട്രെയിനിങ് വഴി എഞ്ചിനീയറിംഗ് സെക്ടറിൽ കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പാത്ത് വേ ജർമ്മനിയിലുണ്ട്. അതാണ് മെക്കട്രോണിക്സ് ഓസ്ബിൽഡർ. ട്രെയിനിങ് സമയത്ത് തന്നെ സ്റ്റുഡൻസിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും. റിയൽ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റിൽ വർക്ക് എക്സ്പീരിയൻസ് ലഭിക്കും. കൂടാതെ ജർമ്മനിയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ സ്കിൽഡ് ടെക്നീഷ്യൻസിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ത് വേണം? ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻഡ് എത്ര ലഭിക്കും? കോഴ്സ് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ആയി നോക്കാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS ഗ്ലോബൽ. ജർമ്മനി ഇപ്പോൾ ഇൻഡസ്ട്രി 4.0 റവല്യൂഷന്റെ മിഡിൽ ഫേസിലാണ്. മോഡേൺ ഫാക്ടറീസ് ഇപ്പോൾ ട്രഡീഷണൽ മെക്കാനിക്കൽ സിസ്റ്റംസ് മാത്രം ഉപയോഗിക്കുന്നില്ല. ഇൻസ്റ്റഡ് ഓട്ടോമേഷൻ, സെൻസേഴ്സ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ സിസ്റ്റംസ് എല്ലാം കമ്പൈൻ ചെയ്യുന്ന സ്മാർട്ട് മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് താഴെ പറയുന്ന ടെക്നോളജീസിലാണ് ഇൻഡസ്ട്രീസ് അഡോപ്റ്റ് ചെയ്യുന്നത്: ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ്, ഓട്ടോമേഷൻ സിസ്റ്റംസ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ് ലൈൻസ്, സെൻസർ ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റംസ്, AI ഡ്രിവൺ പ്രൊഡക്ഷൻ സിസ്റ്റംസ്. ഈ സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻസിന് ആവശ്യമുണ്ട്. ഇവിടെയാണ് മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് കഴിഞ്ഞ പ്രൊഫഷണൽസിന് റോൾ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്. റീസൺ ലേബർ മാർക്കറ്റ് പ്രകാരം ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസിനും ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റിനും വലിയ ഡിമാൻഡ് ഉണ്ട്. മാനുഫാക്ചറിംഗ് കമ്പനീസ്, ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്, റോബോട്ടിക്സ് ഇൻഡസ്ട്രീസ് എല്ലാം സ്കിൽഡ് ടെക്നീഷ്യൻസിനെ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് കഴിഞ്ഞ ഗ്രാജുവേറ്റ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ സ്ട്രോങ് ആണ്. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് ജർമ്മനിയുടെ ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ സിസ്റ്റത്തിന്റെ ബേസിക് ഐഡിയ വളരെ സിമ്പിൾ ആണ്: ട്രെയിനിങ് പ്ലസ് റിയൽ കമ്പനി വർക്ക് എക്സ്പീരിയൻസ്. സ്റ്റുഡൻസിന് 2 സ്ഥലങ്ങളിൽ ട്രെയിനിങ് കിട്ടും. ഒന്ന് കമ്പനിയിൽ, അവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും. 2 വൊക്കേഷണൽ സ്കൂളിലാണ്, അവിടെ തിയറി ക്ലാസ്സസും. വൊക്കേഷണൽ സ്കൂളിനെ ജർമ്മനിയിൽ ബെറുഫ്സ്ഷൂല എന്ന് വിളിക്കുന്നു. കമ്പനിയിൽ സ്റ്റുഡൻസിന് മെഷീൻസ്, ഓട്ടോമേഷൻ സിസ്റ്റംസ്, റോബോട്ടിക് എക്യുപ്മെന്റ്സ് എന്നിവയിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടും. സ്കൂൾ സ്റ്റുഡന്റ് പഠിക്കുന്നത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്സ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ്. ഇതാണ് ജർമ്മനിയുടെ സ്കിൽ ഡെവലപ്മെന്റ് മോഡൽ. ട്രെയിനിങ് പീരീഡിൽ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് സാധാരണയായി 3 വർഷം ഡ്യൂറേഷൻ ഉള്ളതാണ്. ട്രെയിനിങ് സ്ട്രക്ചർ സാധാരണയായി ഇങ്ങനെയായിരിക്കും: വീക്കിൽ ചില ദിവസങ്ങളിൽ കമ്പനി ട്രെയിനിങ്, മറ്റു ദിവസങ്ങൾ വൊക്കേഷണൽ സ്കൂൾ ക്ലാസ്സസ്. ഇത് സ്റ്റുഡൻസിന് റിയൽ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റിൽ എക്സ്പീരിയൻസ് നേടാൻ സഹായിക്കുന്നു. മെക്കട്രോണിക്സ് എന്നത് 3 എഞ്ചിനീയറിംഗ് ഫീൽഡിന്റെ കോമ്പിനേഷൻ ആണ്: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റംസ്. മോഡേൺ മെഷീൻസ് ഇന്ന് മെക്കാനിക്കൽ കമ്പോണൻസ് മാത്രമുള്ളതല്ല. റോബോട്ട്സ്, ഓട്ടോമേറ്റഡ് മെഷീൻസ്, പ്രൊഡക്ഷൻ സിസ്റ്റംസ് എല്ലാം ഇലക്ട്രോണിക്സ്, സെൻസേഴ്സ്, സോഫ്റ്റ്വെയർ കൺട്രോൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും ക്യാപ്പബിൾ ആയ ടെക്നീഷ്യൻസ് ആണ് മെക്കട്രോണിക്സ് സ്പെഷ്യലിസ്റ്റ്. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് ട്രെയിനിങ് സമയത്ത് സ്റ്റുഡൻസ് പല ടെക്നിക്കൽ സ്കിൽസും പഠിക്കുന്നു. പ്രധാനമായും മെക്കാനിക്കൽ അസംബ്ലിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, സെൻസർ സിസ്റ്റംസ്, ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് സിസ്റ്റംസ്, ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ്, PLC പ്രോഗ്രാമിംഗ് ബേസിക്സ്, മെഷീൻ മെയിൻ്റെനൻസ്, ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്സ്. ഇവയെല്ലാം മോഡേൺ ഫാക്ടറീസിൽ ആവശ്യമായ പ്രാക്ടിക്കൽ സ്കിൽസ് ആണ്.
മെക്കട്രോണിക്സ് ഓസ്ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ സാധാരണയായി ആവശ്യമായ മിനിമം ക്വാളിഫിക്കേഷൻ +2 പാസ് ആണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കമ്പനീസ് പ്രിഫർ ചെയ്യാറുണ്ട്. പെർട്ടിക്കുലർലി ഹെൽപ്ഫുൾ സബ്ജക്റ്റ് ആയ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ്. എങ്കിലും പ്രൊഫൈൽ സ്ട്രോങ് ആക്കാൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ മെക്കട്രോണിക്സ് ഉണ്ടെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ സാധാരണയായി B2 ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമാണ്. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആകാനുള്ള കാരണം ട്രെയിനിങ് സമയത്ത് നടക്കുന്നത് കമ്പനി കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്കൽ ഇൻസ്ട്രക്ഷൻസ്, സേഫ്റ്റി ട്രെയിനിങ്, വൊക്കേഷണൽ സ്കൂൾ ക്ലാസ്സസ്, എക്സാംസ് ഇവയെല്ലാം ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് സ്ട്രോങ് ആകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ലാംഗ്വേജ് സ്കിൽ സ്ട്രോങ് ആവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഏൺ വൈൽ യു ലേൺ സിസ്റ്റം ആണ്. അതായത് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും. കമ്പനിയിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കുന്നതിനാൽ ട്രെയിനീസിനെ കംപ്ലീറ്റ്ലി അൺപെയ്ഡ് ആയി ട്രെയിൻ ചെയ്യുന്നില്ല. പകരം ഒരു ട്രെയിനിങ് അലവൻസ് ലഭിക്കും. സാധാരണയായി ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് ഇങ്ങനെയായിരിക്കും. ഒന്നാം വർഷം ഏകദേശം €850 മുതൽ €1000 വരെ, രണ്ടാം വർഷം ഏകദേശം €950 മുതൽ €1100 വരെ, മൂന്നാം വർഷം ഏകദേശം €1050 to €1200 വരെ. ചില ട്രെയിനിങ് പ്രോഗ്രാമിൽ 4ാം വർഷ ഒരു കോഴ്സും കൂടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1100 മുതൽ 1300 വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കാം. ഇത് ഫുൾ സാലറി അല്ല, ട്രെയിനിങ് അലവൻസ് ആണ്. എന്നിരുന്നാലും ജർമ്മനി ട്രെയിനീസിന് ഡെയിലി ലിവിംഗ് എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻകമാണ്. ജർമ്മനിയിൽ മന്ത്ലി ലിവിംഗ് കോസ്റ്റ് സാധാരണയായി €800 മുതൽ €1100 വരെ ആയിരിക്കും. ഇത് സിറ്റി, അക്കോമഡേഷൻസ് ടൈപ്പ്, ലൈഫ് സ്റ്റൈൽ എന്നിവ അനുസരിച്ച് മാറും. മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട്, സ്റ്റട്ട്ഗർട്ട് തുടങ്ങിയ ഹൈ കോസ്റ്റ് സിറ്റീസ് ആണ്. ഇവിടങ്ങളിൽ അക്കോമഡേഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഓവറോൾ ലിവിംഗ് കോസ്റ്റും കൂടുതലായിരിക്കും. റിലേറ്റീവ്ലി അഫോർഡബിൾ സിറ്റീസ് ആണ് ലെയ്പ്സിഗ്, മാഗ്ഡബർഗ്, കെമീനറ്റ്സ് എന്നിവ. ഇവിടങ്ങളിൽ റെന്റ് കുറവായതിനാൽ സ്റ്റുഡൻസിനും ട്രെയിനീസിനും ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. കൂടാതെ സ്മോൾ ടൗണിൽ ലിവിംഗ് കോസ്റ്റ് സാധാരണയായി സിറ്റീസിനേക്കാൾ കുറവായിരിക്കും, പ്രത്യേകിച്ച് അക്കോമഡേഷൻ എക്സ്പെൻസസ്. ജർമ്മനിയുടെ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ്, റോബോട്ടിക്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് എന്നിവ. കമ്പനീസ് സ്കിൽഡ് ടെക്നീഷ്യൻസിനെ ആക്റ്റീവ്ലി റിക്രൂട്ട് ചെയ്യുന്നു. പെർട്ടിക്കുലർലി ഡിമാൻഡ് ഉള്ള സെക്ടറാണ് റോബോട്ടിക് സിസ്റ്റംസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, മെഷീൻ മാനുഫാക്ചറിംഗ്, ഓട്ടോമോട്ടീവ് പ്രൊഡക്ഷൻസ്. ജർമ്മനിയിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ ടെക്നീഷ്യൻസ് ഹൈ ഡിമാൻഡഡ് ഓക്യുപ്പേഷൻ ആണ്. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പല സ്റ്റുഡൻസിനും സെയിം കമ്പനിയിൽ തന്നെ ജോബ് ഓഫർ ലഭിക്കും. കാരണം കമ്പനി ഓൾറെഡി കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കോമൺ എൻട്രി റൂൾസ് ആർ മെക്കട്രോണിക്സ് ടെക്നീഷ്യൻ, മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ, ഓട്ടോമേഷൻ ടെക്നീഷ്യൻ, ഇൻഡസ്ട്രിയൽ ടെക്നീഷ്യൻ. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് സാലറി സാധാരണയായി €2600 to €3200 പെർ മന്ത് എന്ന രീതിയിലായിരിക്കും. എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഇത് €3500 to €4500 പെർ മന്ത് ആകാറുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഓട്ടോമേഷൻ ടെക്നീഷ്യൻസിന് സാലറി കൂടുതൽ ലഭിക്കാം. മെക്കട്രോണിക്സ് ഓസ്ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം കരിയർ ഗ്രോത്ത് സാധാരണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഡെവലപ്പ് ചെയ്യാം. ടിപ്പിക്കൽ പ്രോഗ്രഷൻ ഇങ്ങനെയായിരിക്കും: മെക്കട്രോണിക്സ് ടെക്നീഷ്യൻ, then senior technician, automation specialist, technical supervisor, production manager. എക്സ്പീരിയൻസ് കൂടുമ്പോൾ ചില പ്രൊഫഷണൽസിന് കൂടുതൽ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇവ പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്കൽ ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകും. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിയിൽ റെലവന്റ് ജോബ് ലഭിച്ചാൽ വിസ സ്കിൽഡ് വർക്കർ വിസയായി കൺവേർട്ട് ചെയ്യാം.
എക്സ്പീരിയൻസ് കൂടുകയും സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയും ചെയ്താൽ പിന്നീട് ഈ EU ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ലഭിക്കും. സ്ട്രക്ചേർഡ് പാത്ത് വേ സാധാരണ ഇങ്ങനെയായിരിക്കും: ട്രെയിനിങ്, ദെൻ ജോബ്, EU ബ്ലൂ കാർഡ്, പെർമനന്റ് റെസിഡൻസ്. ജർമ്മനി ഇമിഗ്രേഷൻ സിസ്റ്റം ജനറലി ക്ലിയർ റൂൾ ബേസ്ഡ് സ്ട്രക്ചർ പാത്ത് വേ ഫോളോ ചെയ്യുന്നതാണ്. ഈ പാത്ത് വേ ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത് മെഷീൻസ് ആൻഡ് റോബോട്ടിക്സ് ഇഷ്ടമുള്ളവർ, പ്രാക്ടിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക് എൻജോയ് ചെയ്യുന്നവർ, ടെക്നിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ജർമ്മൻ ലാംഗ്വേജ് സീരിയസ്ലി പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ, ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ കരിയർ ആഗ്രഹിക്കുന്നവർ, മെക്കട്രോണിക്സ് ഹൗസ്ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പ്രൊഫൈൽ എലിജിബിൾ ആണോ? ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെന്റ് എത്ര വേണം? കമ്പനി പ്ലേസ്മെന്റ് ചാൻസസ് എന്താണ്? കംപ്ലീറ്റ് ഗൈഡൻസ് ലഭിക്കാൻ JNS ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യൂ. റൈറ്റ് ട്രെയിനിങ് ടുഡേ, സ്ട്രോങ് എഞ്ചിനീയറിംഗ് കരിയർ ഇൻ ജർമ്മനി ടുമാറോ.